സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിമിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഹാർഡ് കോറിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സഭയത്തിൻ്റെ സഭയുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഞാനെങ്ങാനും സ്പോൺ ആവുന്ന സമയത്ത് നൈറ്റ് എങ്ങാനാണെങ്കിൽ വെറുതെ വല്ലവൻ്റെയും കൈ വെച്ച് ചാവണ്ടല്ലോ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പരിപാടി ചെയ്തേക്കുന്നത് കേട്ടോ. വേറൊന്നും അല്ലാണ്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലല്ലോ. തോന്നാൻ പാടില്ല അങ്ങനെ നോക്കിപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴ്ത്തിഞ്ഞ് ഇറങ്ങാം. ഇച്ചിരി ഹൈറ്റ് കൂടിപ്പോയി, ഇടയിൽ എങ്ങാനും ഞാൻ ഇതിനകത്ത് നിന്ന് വീണ് കഴിഞ്ഞാൽ ഗത്തം മുഖയാ ഗൈസ്. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞാൻ കീപ്പറിനൊക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ ഉള്ളി പൊക്കത്ത് കയറിയത്. ബട്ട് ഇപ്പോൾ കാണുന്നില്ല ഗൈസ്. എൻ്റെ മൈൻക്രാഫ്റ്റ് വീണ്ടും ബഗ്ഗാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബെഡ് റോക്ക് എഡിഷൻ അല്ലേ ഗൈസ്, ബഗ്ഗായില്ലെങ്കിൽ അതിശയമുള്ളൂ. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ബെഡ് ഓൾറെഡി ഉണ്ടായിരുന്നതായിരുന്നു. ഞാൻ ആ ബെഡ് താണ്ട് ഇവിടെ വെച്ചത് ഗൈസ്. എനിക്കറിയാം എന്താ ഇവിടെ എവിടെയോ വെച്ചതാണ്. ഇവിടെ എവിടെയോ ഞാൻ വെച്ചതാണ്, 100% എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്താ ഇവിടെ എവിടെയോ വെച്ചതാണ്. ബട്ട് ഞാൻ വീണ്ടും കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ബെഡ് കാണുന്നില്ല. പിന്നെ ഞാൻ പുതിയ ബെഡ് ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ഇതിലും ഇരുട്ടായി. പിന്നെ കീപ്പറൊക്കെ സ്പോണായി. പിന്നെ ഞാൻ ചാടി ഓടി മണ്ടയ്ക്കകത്ത് വലിഞ്ഞേറി സെറ്റ് ചെയ്തു ടേസ്. അപ്പോൾ ഇപ്പോൾ 9 ദിവസമായിട്ടുണ്ട് നമ്മൾ തപ്പിയിട്ട്. ഇതുവരെ ഒരു കുന്തവും കിട്ടിയിട്ടില്ല. നമ്മുടെ ഇത്തെ ഏകദേശം എല്ലാ സാധനങ്ങളും തീർന്നു. നമ്മുടെ ആദ്യത്തെ കോളടക്കം തീർന്നു ഗൈസ്. ആകെ ആ കോളുകളൊക്കെ എവിടെ പോയി എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ടൊരു ബഗ്ഗിങ് വന്നാന്ന് തോന്നുന്നു. കോള് പോയി. എൻ്റെ പ്രൂസിൻ്റെ തൈ കാണുന്നില്ല. പ്രൂസ് തൈ പോയിട്ടുണ്ട്, കോള് പോയിട്ടുണ്ട്, മെലനും പോയി. അല്ല മെലനുണ്ട് ടേസ്റ്റ് ഓഫ്. ഞാൻ മെലനും പോയി ഞാൻ കരുതി. അങ്ങനെ എൻ്റെ കുറേ സാധനങ്ങൾ പോയിട്ട് ഗൈസ്. എന്താ ആർക്കറിയാം. ഞാൻ ഒരു ഹാർമർ അരിച്ചായിരുന്നു. ഹാർമർ എല്ലാം പോയിട്ടുണ്ട്. എന്തോ ഒരു ബഗ്ഗാണ് ഗൈസ്. ഞാൻ അടുത്ത ദിവസം ആകുമ്പോൾ വീണ്ടും അടുത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ കുറേ ദിവസമായി ഗൈസ് ഇതിനകത്ത് ഗത്തമുഖ. ഓക്കെ, അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു കുന്തവും കിട്ടിയിട്ടില്ല. മിക്കവാറും ഞാൻ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോയിലും കൂടെ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ മിക്കവാറും ഇറങ്ങിപ്പോകാൻ ചാൻസ് കാണുന്നു ഗൈസ്. കാരണം വെച്ചാൽ ഇവിടെ ഒന്നും ഞാൻ ഒരു കുന്തവും കാണുന്നില്ല. അതാണ് വേറെ സത്യം. റെൻഡർ ഞാൻ നല്ലവണ്ണം കൂട്ടിയിട്ടുണ്ട്. ഈ ആ മല അതിനും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഈ മലേൻ്റെ പുറത്ത് കയറണം. ഏതെങ്കിലും മല, ഞാൻ മലേൻ്റെ പുറത്ത് കയറി നോക്കി അങ്ങനെയാട്ടോ ഗൈസ് പോണേ. ഉയ്യോ, ഇവിടെ ഒന്നും കയറി നോക്കാനേ പാടില്ല ഗൈസ്. ഇവിടെ ഒന്നുമേ ഞാൻ കാണുന്നില്ല ഗൈസ്. അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഞാൻ വില്ലേജ് പോയി മടുത്തിട്ട് ഗൈസ്. ഹാർഡ് കോർ ആയതുകൊണ്ട് ഒരുമാതിരി തീരെ ഗൈസ്. ഇവിടെയൊക്കെ നമുക്കൊരു വീട് വെച്ച് കഴിഞ്ഞാൽ കിണ്ണായിരിക്കും ഗൈസ്. അല്ല, ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ലെസ് പ്ലേ അല്ലല്ലോ. കിട്ടി യെസ്. എൻ്റെ മോനെ, ഇതെന്താ ഒറ്റന്നേ ഉള്ളൂ. ഒറ്റന്ന് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ ടേസ്. എന്താണ് വില്ലേജ് കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ടേസ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടൊരു വില്ലേജ് കിട്ടുന്നത്. ഞാൻ കയറിയിട്ട് അന്നത്തെ ദിവസം തന്നെ എനിക്ക് വില്ലേജ് കിട്ടും. ഇതിപ്പോൾ 9 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു വില്ലേജ് കിട്ടുന്നത്. ഇവിടെ വില്ലേജസൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഓ ഗൈസ്, ഭാഗ്യമുള്ള ഒരു വില്ലേജ് ആട്ടോ. അത്യാവശ്യം നല്ലൊരു വില്ലേജാണ്. നൈസ്. ഇനി നമുക്കൊരു ഏതെങ്കിലും വീട്ടിൽ ചാടിക്കൂടി ചടഞ്ഞു കൂടണം. ഇവിടെ എന്തൊക്കെയുള്ള ഗൈസ്. ഇവിടെ പൊട്ടാറ്റോ ഉണ്ട്, ബ്രേറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് കൊള്ളാട്ടെ ഗൈസ്. ഈ വീട് ഇവിടെ വളർത്താൻ നൈസായിട്ടുണ്ട് കേട്ടോ. കടലിലേക്കൊക്കെ ആയിട്ട്. ഓക്കെ, ബ്രെഡ് ഉണ്ട്, എടുത്തേക്കാം. ഒരു 7 ആപ്പിൾ ഉണ്ട്, അതെടുത്തേക്കാം. ഇതും പൊട്ടിച്ചെടുത്തേക്കാം. ഇത് എവിടെ നിട്ടിയതാണ് ഒരു ഇങ്ങോട്ട്. ഓക്കെ, അത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്താ ഉള്ളത്? ഹോപ്പി ആയിട്ടുള്ള എന്തൊക്കെ ഉണ്ടാവണേ. അയണുണ്ട് ടേസ്റ്റ്. നമുക്ക് ഇച്ചിരി അയൺ കിട്ടിയായിരുന്നു. അത് ഞാൻ വീഡിയോ കാണിക്കാൻ പറഞ്ഞു. ഇതാണ്ട് അയണുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത്ര ഒന്നും വേണ്ടായിരുന്നു. ഇച്ചിരി ഓവറായി പോയോ എന്ന് ഡൗട്ട്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇതും കളഞ്ഞേക്കാം കേസ്. എന്നിട്ട് ഇവനെ നമുക്ക് പിക്ക് ചെയ്യാം. ഇതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതേപോലെ നമുക്ക് കളയാം കേസ്. അല്ലാണ്ട് വേറെ രക്ഷയില്ല. ഓക്കെ, ചെസ്റ്റ് പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, അതവിടെ കിടന്ന് മറ്റേ പൊക്കോളും കേസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കുറേ ഏബേലൊക്കെ ഉണ്ട് ടേസ്. അപ്പോൾ ഏബേലിന് ഇനി ഫുഡിന് നഷ്ടമില്ല. നമുക്ക് ഹാർഡ് കോറിൽ പ്രധാനമായിട്ട് വേണ്ടത് ഫുഡാണ് ടേസ്. നമ്മുടെ ആർട്ടൊക്കെ കറക്റ്റായിട്ട് നോക്കേണ്ടത് കൊണ്ട് തന്നെ അത് മാത്രം നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. പൊട്ടാറ്റോ, ഒരു എമറാൾഡ് ഉണ്ട് ടേസ്. ഇതെങ്ങനെയാണ് താനടഞ്ഞേ? ആരുടെ അടച്ചു പോയാൽ മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ലൂട്ടൊന്നും എടുക്കാനുള്ള സാധനം എൻ്റെ കയ്യിലില്ല. അതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്ഥലമില്ല ഈ ലൂട്ടൊക്കെ എടുക്കാനുള്ള. ഓക്കെ, സ്ഥലം നമുക്ക് ചെറിയൊരു സ്ഥലം ഉണ്ടാക്കാനുള്ളൊരു ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒറ്റൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് എമറാൾഡും വെക്കാം. വീണ്ടും സ്ഥലം തീർന്ന്. ഇനി എന്താ മാറ്റാൻ പറ്റുന്ന കേസ്? ഇതിനകത്ത് വലുതായിട്ട് ഇനി വേറെ ഒന്നും മാറ്റാനില്ല കേസ്. ഈ സോഡ് നമുക്കൊന്ന് പൊട്ടിക്കാം. സോഡ് എന്തിനാണ് വെറുതെ പൊട്ടിക്കുന്നത്? വേറൊന്നുമേ എൻ്റെ കയ്യിൽ മാറ്റാനില്ല ഗൈസ്. പൊട്ടാറ്റോ ഒക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതാണല്ലോ ഗൈസ്. ഇവിടെയും പൊട്ടാറ്റോ ആണ്. എനിക്ക് ക്യാരറ്റ് വേണം. എനിക്ക് ക്യാരറ്റ് ഇവിടെ ഒന്ന് ക്യാരറ്റ് എന്നാ സുഖല്ലേ? അപ്പോൾ നമുക്ക് കാണാൻ പറ്റാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കാണണം. അത് ഉറപ്പായിട്ട് നമുക്കൊന്ന് കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നല്ല ലൂട്ടൊന്നും ഇല്ല ഗൈസ്. ആകെ ഒറ്റ ബ്ലാക്ക് സ്മിത്തേ ഞാൻ കണ്ടുള്ളൂ.
ബ്ലാക്ക് സ്മിത്ത് ഒന്നേ ഉള്ളൂ ഗൈസ്. അതാണ് ബ്ലാക്ക് സ്മിത്ത്. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഇവിടെ ഉണ്ട്. ബ്ലാക്ക് സ്മിത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നൈറ്റ് ആയിട്ടുണ്ട്. ഇവന്മാരെന്താ ഇങ്ങനെ വിടുന്നത്? എന്നാ ഞാനും കിടക്കട്ടെ അണ്ണാ. അപ്പോൾ ഇവർ റൂം കൂട്ടിയിട്ട് കിടക്കാറ്. നമുക്ക് റൂം കൂട്ടിയിട്ട് നൈറ്റ് ആവാം. അണ്ണാ സുഖമല്ലേ? എന്തൊക്കെയുണ്ട്? നമ്മുടെ പുതിയ അതിഥി കേട്ടാ. ഓക്കെ. ഗുഡ് നൈറ്റ്. അണ്ണാ എൻ്റെ ബെഡ് ഞങ്ങൾ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടോ നൈസായിട്ട്. സോറി. ഞങ്ങൾ എങ്ങനെയാണ് മാറിയെന്ന് എന്നോട് ചോദിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ മാറി കിടക്കുന്നത്. അതൊക്കെ സ്വാഭാവികടേ. അണ്ണാ ഒന്ന് മാറിക്കേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒറ്റ ബ്ലാക്ക് സ്മിത്തേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതാണ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത്. അതാണ് അതൊറ്റ ഒന്നേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ ഇവിടെ കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഹോമായിട്ട് നമുക്ക് ഇവിടെ ഇച്ചിരി വാട്ടേഴ്സ് കൂടുതലാണ് കേട്ടോ. വെള്ളം ഇച്ചിരി കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ ഹോമായിട്ട് എടുക്കാൻ തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോം ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനങ്ങ് എടുക്കൂട്ട് ഗൈസ്. അപ്പോൾ ഈ സെൻറ്റർ ഹോമഞ്ഞ് നമുക്കങ്ങ് എടുത്തേക്കാം താൽക്കാലികമായിട്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഇതിനകത്ത് നേരത്തെ വീടൊന്നും പണിയില്ല. നമ്മളെ കൊതിപ്പിക്കരുത് വീട് പണിയാൻ പറഞ്ഞിട്ട്. ഫാസ്റ്റ് ഓഫ് അതിന് നോബുകൾ വീട് പണിതു എന്ന് പറയരുത്. ഓക്കെ. അപ്പോൾ ഇത്ര സെറ്റ് ആക്കിയതിന് ശേഷം എന്താണ്ട് ഈ പൂവ് എടുത്തിട്ട് നമുക്ക് പൂവാക്കാം. ഡൈ ആക്കാം. പൂവ് എടുത്തിട്ട് പൂവാക്കുന്നുണ്ട്. ഡൈ ആക്കാം. ഡൈ എടുത്ത് നമുക്കൊരു നീല ബെഡ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ നമുക്കൊരു നീല ബെഡും റെഡ് ബെഡും. എനിക്കെന്താ അറിയില്ല കേട്ടോ. നീല ബെഡും റെഡ് ബെഡും ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതാണ്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ചെസ്റ്റ് വെക്കാം ഗൈസ്. ഓക്കെ. ചെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല അത്യാവശ്യം ഏരിയ ഉണ്ടാവും യൂസ് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് ഞാൻ അവിടെയായിട്ട് ചെസ്റ്റ് വെച്ചാൽ. ബെഡ് ഇങ്ങനെ വെക്കണം എന്നില്ല ഗൈസ്. ബെഡ് നമുക്ക് ഇതാണ്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ. എന്നിട്ട് അതിനുശേഷം ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരു ഫർണസ് ഉണ്ട്. ഫർണസ് എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കിക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. പിന്നെ നമ്മൾക്കൊരു ടോർച്ച് എടുത്തിട്ട് ഇവിടെ ഓൾറെഡി ഒരു ടോർച്ച് ഇല്ല. അപ്പോൾ ടോർച്ച് എടുത്തിട്ട് കുനിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് അങ്ങനെ കുഞ്ഞു കൊടുക്കും. ഓക്കെ. നൈസ്. ഓക്കെ. നമ്മുടെ അത്യാവശ്യ ഘട്ടത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചേക്കാം. ഓക്കെ. അത്യാവശ്യത്തിന് അയണൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി പ്രൂസ് തപ്പി പോകേണ്ടി വരുന്നത് തോന്നുന്നു. പ്രൂസ് എൻ്റെ കയ്യിൽ മിസ്സിങ് ആയിട്ടുണ്ട്. എന്തായാലും ബെഡ് മിസ്സിങ് ആയിട്ടുണ്ട്. കുറേ ഫുഡ് മിസ്സിങ് ആയിട്ടുണ്ട്. ഇതൊക്കെ എവിടെ പോയിട്ടുണ്ടെന്ന് എന്നോട് ചോദിക്കരുത്. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. കുറേ എന്തൊക്കെയോ മിസ്സിങ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ വട്ടം കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ലയെന്ന് എനിക്ക് അതിൻ്റെ ഉറപ്പാണ്. ഓക്കെ. നൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ എപ്പിസോഡിൽ ഞാൻ ഓഫ് ക്യാമറയിൽ വില്ലേജസിനെ എല്ലാം ലോക്ക് ചെയ്ത് തരാൻ പോകണം. ഇവിടെയുള്ള എല്ലാ വില്ലേജസിനും നമ്മൾ എപ്പോഴും 2 വില്ലേജസിനെയാണ് ലോക്ക് ചെയ്യാറ്. ബട്ട് നമ്മൾ ഈ വട്ടം എല്ലാ വില്ലേജസിനും ലോക്ക് ചെയ്യാൻ പോകണം. കാരണം വെച്ചാൽ നമുക്ക് അയൺ ഫാർം ഉണ്ടാക്കാൻ വൈകരുത്. ഓക്കെ. അയൺ ഫാർം എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക്. അപ്പോൾ ബ്രീഡിംഗ് ഫാം ഇവിടെ സെൻട്രലായിട്ട് ഇവനെ പൊട്ടിച്ചളയാം. നമ്മൾ ഇതിനെ പൊട്ടിച്ചളഞ്ഞിട്ട് ഇവിടെ ആയിട്ട് അവിടെ തന്നെയാണ് നമുക്ക് ബ്രീഡിംഗ് ഫാം ആക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് ബ്രീഡിംഗ് ഫാം ആക്കാം. ഇതാണ് സുഖം. ഇത് കണ്ട് ഓൾറെഡി ഇവരൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പൊക്കത്ത് കൂടെ നമുക്ക് വേറെ സെറ്റപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബ്രീഡിംഗ് ഫാം അവിടെ സെറ്റ് ചെയ്യാം. അയൺ ഫാർമൊക്കെ അങ്ങോട്ടേക്ക് കയറ്റും. അങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകും. അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ ഫുൾ വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും. അയൺ ഫാർമിലേക്ക് ഇവനൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള മരൊക്കെ പകുതി വരും. അയൺ ഫാർമിലേക്കൊക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനിങ് ഗൈസ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അയൺകുട്ടൻ ഇവിടുത്തെ. ഓക്കെ. ദാമോദരൻ. ഓക്കെ. ദാമോദരൻ ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ കണ്ണുകൊണ്ടില്ല ചുമന്ന് തുടുത്ത്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ ഇതെന്തൊക്കെ ചെയ്യുന്നത് എന്നൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ വന്നതാണ്. നമുക്കൊരു കുതിരേനെ സെറ്റ് ചെയ്താലോ ഗൈസ്. ഇതിനകത്തെ കണ്ടിട്ട് ഞാൻ മറ്റേ സംഭവം കണ്ടേ ഇവിടെ കൊണ്ടുവച്ച് എന്തോ ഒരു സാധനമാണല്ലോ. ആ സാധനത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ഗൈസ്. ഓക്കെ. ഇതെടുത്തിട്ട് നമുക്ക് ഈ കുതിരേനെ നമുക്ക് എടുക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. ഇത് നമ്മൾ ആദ്യം ഇതാക്കാൻ തോന്നുന്നു. ഫ്രണ്ടാക്കണം. നമ്മൾ ഫ്രണ്ടാക്കേണ്ടി വരുന്നത് തന്നെ. അത് നമുക്ക് പിന്നീട് ചെയ്യാം. വേറെ നല്ലൊരു കുതിരനെ എടുക്കട്ടെ. ആ കുതിരനായിട്ട് നല്ല കുതിരകളെ കണ്ടിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അവന്മാരെ പോയിട്ട് പിക്ക് ചെയ്യാം. അത് ഇച്ചിരി കൂടെ നല്ലത്. ഓക്കെ. അപ്പോൾ എന്താണ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഹാർഡ്കോറിൽ 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ വില്ലേജ് കണ്ടെത്തി. 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ബ്രീഡിംഗ് ഫാം സെറ്റ് ചെയ്യുന്നത്. ബ്രീഡിംഗ് ഫാം സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി കാണുക. ഞാൻ മിനി വേൾഡിൻ്റെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. നല്ല 2-3 പാർട്ടായിട്ട് നല്ല വൃത്തിക്കായിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. മനസ്സിലാവുന്ന രീതിയിൽ വൃത്തിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണുക. ഓക്കെ. അപ്പോൾ പിന്നെ ഇവിടെ ചെയ്യേണ്ടത് ഇനി അയൺ ഫാർമും അതുപോലെ നമ്മളെ വൃത്തിക്ക് അഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനി ട്രേഡിംഗ് ഹാള് മിനി വേൾഡിൽ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. മിനി വേൾഡിൻ്റെ എപ്പിസോഡ് വരാൻ വൈകുന്നതിൻ്റെ കാരണം ഒന്നുമല്ല ഗൈസ്. നമ്മൾ 5-6 സീരീസ് ഒന്നിച്ച് തുടങ്ങിയതുകൊണ്ടാണ്. നമ്മൾ ഒരു സീരീസ് സ്കൈ ബ്ലോക്ക് നമ്മൾ ഒരെണ്ണം തുടങ്ങി വെച്ചായിരുന്നു ഓൾറെഡി. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ നമ്മൾ ഹാർഡ് കോർ സീരീസും കൂടെ തുടങ്ങി വെച്ചു. അതാണ് പിന്നെ നമ്മൾ എന്താ പറയുക പിന്നെ മിനി വേൾഡിലേക്ക് തിരിയാത്ത പിന്നെ ഒരു ബിൽഡിങ്ങും കിട്ടുന്നില്ല. ട്രേഡിംഗ് ഹാളിൽ നിന്ന് ഒരു ചെറിയ ബിൽഡ് ചെയ്യണമല്ലോ ഗൈസ്. അപ്പോൾ അതിനുള്ള ഒരു ബിൽഡ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ എന്താണ്
നാളെയോ മറ്റന്നാളോ നമ്മൾ അഡ്കോ മിനി വേൾഡിൻ്റെ വീഡിയോ ഇടാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ എല്ലാവർക്കും ബൈ ഗൈസ്. എത്ര വട്ടമായിരുന്നു ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ബൈ.